ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു സ്പൈസി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല എരിവോടെ ബീഫൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ 1/2 കിലോ ബീഫിൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിലും വെള്ളവും ഒന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 വിസിലായപ്പോഴാണ് ഈ ഒരു വേവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം അധികം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള ചെറിയുള്ളി, ഏകദേശം 18ഓളം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും പിന്നെ 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു വറ്റൽമുളക് ചതച്ചത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഈ ഒരു വറ്റൽമുളക് ചതച്ചതിൻ്റെ കുത്തൽ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ കുരുമുളകാണ് ചേർക്കുന്നത്. അതും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് കൂട്ടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാല നന്നായി തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്തൊന്ന് ഇളക്കി നമുക്ക് ഇതിലേക്ക് വേവിച്ചിട്ട് ബീഫും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഫും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയും ബീഫും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫും മസാലയൊക്കെ നന്നായി തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് നന്നായി തന്നെ ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇടാം.
അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബീഫിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.